കുന്നക്കുരുടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി മോർഗി വർഗീസ് സഹോദരിയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കം കുറിച്ചു. ഏപ്രിൽ 26-ന് ആരംഭിച്ച ആഘോഷങ്ങൾ മെയ് 7-ന് സമാപിക്കും. കുന്നക്കുരുടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള മേടം 24-ാം തീയതി മോർഗി വർഗീസ് സഹോദരിയുടെ ഓർമ്മ പെരുന്നാൾ വിപുലമായി ആഘോഷിക്കുന്നു. മെയ് 1-ാം തീയതി സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണവും മെയ് 2 മുതൽ 5 വരെ സുവിശേഷ മഹായോഗവും 6-7 തീയതികളിൽ പെരുന്നാൾ ആഘോഷവും ദില്ലി UAE ഭദ്രാസനങ്ങളുടെ മെത്രാപ്പോലിത്ത അഭിവന്ദ്യ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പോലിത്തയുടെയും വന്ധ്യ കൗമാർ എമ്പാച്ചിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഏപ്രിൽ 26 ഞായറാഴ്ച കൊടിയേറ്റ് നടന്നു. വിശ്വാസികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുൻപ് സത്യവിശ്വാസം നിലനിർത്തുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ ദൈവാലയം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടും ഉള്ളതായ ബന്ധത്തിൽ ഈ പരിശുദ്ധ ദൈവാലയം സ്ഥാപിക്കപ്പെട്ടിട്ട് 50ാമത് വർഷമാണിത്. അതിൻ്റെ ജൂബിലി ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഈ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ, സാധുവിനായ മനുഷ്യന് വീട് പണിത് കൊടുക്കാനായിട്ടുള്ളതായൊരു പ്രോഗ്രാം, കാതോലിക്ക ബാവായ്ക്ക് സ്വീകരണം, പുത്തൻകുരിശ് പാത്രക സെൻറ്ററിൽ നിന്ന് ദീപശിഖ പ്രയാണം, പെരുന്നാൾ ശുശ്രൂഷകൾ, സുവിശേഷ യോഗം, വിശുദ്ധ ആരാധന എന്നിവയെല്ലാം ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഇവിടെ 500 വീട്ടുകാരാണ് ഈ പരിശുദ്ധ ദേവാലയത്തിലുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവസ്ഥനിൽ പ്രത്യേകം ഓർക്കുകയും നാനാജാതി വർണ്ണവർഗ വ്യത്യാസം കൂടാണ്ട് ദേശത്തുള്ള എല്ലാവരുടെയും ഒരു പെരുന്നാളായി കുന്നക്കുരുടി സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ മാറിക്കഴിഞ്ഞു. വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധനാണ് മോർഗി വർഗീസ് സഹോദര. ക്രിസ്തബ്ദം 283-ൽ പാലസ്തീനിലെ ഹാസായിൽ ജനിച്ച് റോമൻ സൈന്യാധിപനായി രംഗപ്രവേശം ചെയ്ത് ലിബിയായുടെ പ്രാന്തപ്രദേശങ്ങളിൽ വെച്ച് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു മഹാസർപ്പത്തെ കൊലപ്പെടുത്തിയ മഹാപരിശുദ്ധനാണ് മോർഗി വർഗീസ് സഹോദര. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും തീക്ഷ്ണതയും കണ്ട് ലിബിയായുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാവരും, ഇംഗ്ലണ്ടിലുള്ള എല്ലാവരും ക്രിസ്തുമതം സ്വീകരിക്കുകയും ഇന്നും സെയിൻറ്റ് ജോർജാണ് ഇംഗ്ലണ്ടിൻ്റെ പേട്രൺ. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും മോർഗി വർഗീസ് സഹോദര മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ മുന്നേറുന്നത്. സഖാപ്രഥമൻ പാത്രീസ് ബാവ ഈ പരിശുദ്ധ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് അതിൻ്റെ അടിസ്ഥാനശില വാഴ്ത്തി അനുഗ്രഹിച്ച് പുതിയ ദേവാലയത്തിന് തുടക്കം കുറിക്കാനായിട്ട് ഇടയായി തീർന്നു. ശ്രേഷ്ഠ കാതോലിക്ക കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ സ്വന്തം ഇടവക എന്നുള്ളതായ നിലയിൽ ഈ പ്രതിസന്ധി വന്നപ്പോൾ ആദ്യമായിട്ട് സഭയിൽ സ്ഥാപിച്ച ദേവാലയമാണിത്. അപ്പോൾ അതെൻ്റെ സ്വന്തം ഇടവക എന്നുള്ളതായ നിലയിൽ ഇവിടെയുള്ള ആളുകളെ ബാവ കരുതുകയും ബാവായെ ഇവിടെയുള്ള ആളുകൾ അതുപോലെ കരുതുകയും ചെയ്ത് ഇത്രയും നാൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ നയിച്ചു. ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ളതായ ശവക്കോട്ട, പാരീഷ് ഹാൾ, പള്ളി, സൺഡേ സ്കൂൾ കെട്ടിടം, അങ്ങനെ തുടങ്ങിയ ചാപ്പലുകൾ, കുരിശും തൊട്ടികൾ എല്ലാം ദൈവം സമൃദ്ധിയായിട്ട് തന്നു, നമ്മളെ അനുഗ്രഹിച്ചു. ആ ദൈവത്തോട് പ്രതിബദ്ധതയുള്ളവരായി തുടർന്ന് ജീവിപ്പാൻ തക്കവണ്ണം കുന്നക്കുരുടിയുടെ മണ്ണിന് ദൈവം സൗഭാഗ്യങ്ങൾ കൊടുക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്ത് ഈ ശുശ്രൂഷകളെ അനുഗ്രഹിക്കും. അഭിമന്യ പിതാവായ മാത്യൂസ് അപ്രയം തിരുമേനി പുത്തൻകുരിശിൽ ബാവായുടെ കബറിടത്തിൽ നിന്ന് ദീപശിഖ കൊളുത്തി ദീപശിഖ പ്രയാണം 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആരംഭിക്കും. ഇന്ന് ദേശം ചുറ്റിയുള്ളതായ പ്രദക്ഷിണം, ഇന്ന് കൊടി ഉയർത്തിയ ദിവസമാണ്. ഇന്ന് ദേശം ചുറ്റിയുള്ളതായ വാർഡുകൾ തോറുമുള്ളതായ പ്രദക്ഷിണം വൈകുന്നേരം സന്ധ്യയോടുകൂടി നടക്കും. എല്ലാം അനുഗ്രഹകരമായി തീരുവാൻ അനുകൂലത്തിൻ്റെ കാലാവസ്ഥയും അനുഗ്രഹത്തിൻ്റെ കാലങ്ങളും തന്ന് സർപ്പോപദ്രവങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കാൻ തക്കവണ്ണം മോർഗി വർഗീസ് സഹോദരയുടെ വിലയേറിയ മധ്യസ്ഥത ഇടവകയ്ക്ക് തുടർന്നും കാവലും കോട്ടയുമായിരിക്കാൻ ഇടയാകട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ച് എൻ്റെ എളിയ വാക്കുകളെ ചുരുങ്ങുന്നു. എല്ലാവരെയും സന്തോഷത്തോടുകൂടി ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവക 50 വർഷം മുമ്പ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി ഇറങ്ങിപ്പോന്ന് ഇവിടെ നമ്മുടെ ഒരു പള്ളി വെച്ച് ചാപ്പലായിട്ട് ക്രമീകരിച്ച് ഇന്നിപ്പോൾ ഏതാണ്ട് വലിയ പള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു പള്ളിയായി തന്നെ നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ വർഷം 50 വർഷത്തിൻ്റെ ജൂബിലി, സുവർണ ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. ശ്രേഷ്ഠ കാതോലിക്ക അബൻമോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ മെയ് മാസം 10-ാം തീയതി വന്ന് അത് ഉദ്ഘാടനം നിർവഹിക്കുകയും ബാവയ്ക്ക് ഇവിടെ ഗംഭീരമായ ഒരു സ്വീകരണം പൗരാവലിയുടെയും അതോടൊപ്പം തന്നെ കുന്നക്കുടിയുടെ മക്കളുടെ ഒരു സ്വീകരണവും നൽകുന്ന ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയ് 6-7 തീയതികളിൽ ഗീവറീസ് സഹോദരയുടെ ഓർമ്മ പെരുന്നാളുമായിട്ട് ഇടവക ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മെയ് മാസം 1-ാം തീയതി നമ്മുടെ ദീപശിഖ പ്രയാണം, സുവർണ്ണ ജൂബിലിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദീപശിഖ പ്രയാണം പുത്തൻകുരിശ് പാത്രിക സെൻറ്ററിൽ നിന്ന് ആരംഭിച്ച് പള്ളിയിൽ എത്തിച്ചെത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. എല്ലാവരെയും ആത്മാർത്ഥമായി ഈ എല്ലാ ചടങ്ങുകളിലേക്കും ക്ഷണിക്കുകയും ചെയ്യുന്നു. പെരുന്നാളിലും പെരുന്നാൾ ചടങ്ങുകളിലും ഇടവക ജനങ്ങളുടെ
പൊതുജനങ്ങളുടെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മെയ് 7 വ്യാഴാഴ്ച രാവിലെ 7:45 പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധാഞ്ചിന്മേൽ കുർബാന. അഭിവന്ദ്യ ഡോക്ടർ കുര്യാക്കോസ് മോർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് പ്രസംഗം. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ, ലേലം. 1:30 കൊടിയിറക്കോടുകൂടി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.